അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. നമ്മള് വൈപ്പിനിലൂടെയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ശരിക്കും ഈ ഒരു പ്രദേശത്തിന്റെ പേര് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാലിപ്പുറം. മാലിപ്പുറത്തൂടെ നമ്മുടെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആള് മെടുക്കനായാലോ. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേട്ടാ നമസ്കാരം, സുപ്രഭാതം. അയ്യോ ഇതെന്നെ പറ്റി അടുക്കളയിൽ കയറിയുള്ള കരിയും പുകയൊക്കെ കൊണ്ട് മുഖാകെ കരിവാളിച്ചു. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കാം. അപ്പൊ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. സ്വല്പം ജാടയുള്ള കൂട്ടത്തിലാണെന്ന് ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. അപ്പൊ എന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലിന്ന് വരെ വിളിച്ചു. ഇതെന്താ കുഞ്ഞാകെ കറുത്ത് കരിക്കട്ട പോലെ. അപ്പൊ അയലയുണ്ട്, കിളിമീനുണ്ട്. അപ്പൊ നമുക്ക് കിളിമീൻ കറി വെക്കാം, അയല വറക്കാം. അല്ലേ ലക്ഷ്മി? ഒരു ശക്കല കുഴപ്പമുണ്ട്. മണുങ്ങ എന്ന് കാണിച്ചേ. മണുങ്ങ് ഞാൻ ആദ്യമായിട്ടാ മണുങ്ങ് കാണുന്നത്. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. എന്താ പേര്? അപ്പൊ മണുങ്ങല്ലേ, അതാ നല്ല പേര്. മണുങ്ങ്. നിങ്ങൾ ഈ മണുങ്ങ് എങ്ങനെ വറക്കുവാണോ അതോ കറി വെക്കുവാണോ? മെയിനായിട്ട് വർക്ക് ചെയ്യുന്നു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. മുള്ളുണ്ടല്ലേ? അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഈ മണുങ്ങ് വറക്കുമ്പോ ശ്രദ്ധിക്കും. ഇതിന്റെ പേരെന്താ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, നങ്ക് ഞാൻ ഉണങ്ങിയത് കഴിച്ചിട്ടുണ്ട്. പച്ച നങ്ക്. ഇത് പച്ചയാണോ? പച്ച ഞാൻ ആദ്യമായിട്ട് കാണും. അപ്പൊ കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പരിചയമില്ലാത്ത ചില മീനൊക്കെ നമ്മൾ കാണും. ഇത് ഞാൻ ഉണങ്ങിയത് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. കൂന്തല് നമ്മുടെ ഫേവറേറ്റ് ആണ്. കൂന്തൽ ഒരു നമ്മുടെ ഫേവറേറ്റ് ആണ്. കൂന്തൽ ഒരു തോരനൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അല്ലേ, ഉച്ചയ്ക്ക് അങ്ങോട്ട് ഒരു പെട പെടക്കണം. കണ്ടോ, പറഞ്ഞപ്പോ തന്നെ എന്താ നിന്റെ ഉദ്ദേശം? പണം എനിക്കൊരു പ്രശ്നമല്ല.